മറ്റേ ഫയൽ ഞാൻ കൊടുത്തു വിട്ടത് അത് കിട്ടിയിട്ടുണ്ട് സാർ. അതെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. കാരണം എന്താ വെച്ചാല് പിന്നെ ഇവന്മാരെ സ്ട്രിക്റ്റ് ഉള്ള ചെയ്യാം സാർ. അത് ഓഡിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അത് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തേക്കാം. അത് ഇയാളെ ഏൽപ്പിച്ചിരിക്കണം. അതുകൊണ്ട് നാളെ തന്നെ ചെയ്തേക്കാം സാർ. ആ മക്കളെ മറ്റേ ആളെന്തിയേ? വരും വരും, അവിടെ ഉണ്ടാകത്ത്. അത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണോ അതോ? ഇല്ല വരും. ആ വരട്ടെ 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 മോളെ ആ മക്കളെ എന്റെ പൊന്നെ ഞാനേ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക കേട്ടോ. എന്റെ പൊന്നെ ഞങ്ങളെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്ത് എൻ്റെ അടുത്ത ആഴ്ച വന്നിട്ട് തുടങ്ങിയതാ. സാറ് ഇതുവരെയ്ക്കും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ പറഞ്ഞു. എവിടെ വരാനാണെന്നേ. എനിക്കാണെങ്കിൽ ഓഫീസിലെ ജോലി കളഞ്ഞിട്ട് ഒരു സമയമില്ല. പിന്നെ ഇയാളെ നിർബന്ധം കാരണം ഞാൻ എന്തും വരട്ടെ എന്ന് ചോദിച്ചു അതെ ഇന്നിട്ട് പോകുന്നത്. എന്തായാലും നന്നായി, സന്തോഷമായി സാർ. ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്കിളുടെ പേര് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, രാംകുമാർ സാറേ രാംകുമാർ സാറേ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും വന്നിരിക്കും. നിങ്ങൾക്കൊരു ശല്യമായിട്ട് മാറാതിരുന്നാ മതി. പിന്നെ ചാപ്പാടുണ്ടല്ലോ ഗംഭീരമായിരുന്നു. കറികളൊക്കെ എന്ത് ടേസ്റ്റ് എന്ന് അറിയാമോ? പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലമായിട്ടും നല്ല കറികൾ കൂട്ടിയാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു തീയലോ ഒരു തോരനോ ഒരു ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ നിന്ന് മടുത്തിരിക്കുക. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തീയലും തോരനും ഒക്കെ. അത് ധാരാളം. പിന്നെ ഇത് ഇത്രയും ടേസ്റ്റുള്ള കറികളും അതൊക്കെ പൊതികെട്ടി കൊടുത്തു വിടുകയല്ലോ കെട്ടിയല്ലോ. ഇത് അവിടെ കൊണ്ടുവന്ന് സുമല വയ്ക്കുക, ആശ്രം കൊടുക്കും. അല്ല സാർ, അത് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുമ്പം സുമലത ഉണ്ടാവും. അങ്ങനെ കേട്ടോ എല്ലാരും കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കായലിൽ ഇരുന്നാ കഴിക്കുന്നത്. ഇവരെല്ലാരും കൂടെ ഇരുന്നാണ് സ്റ്റാഫുകളെല്ലാം കൂടെ. സുമലതാന്റെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നു, മറ്റേവര് അവരുടെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കുന്നു. എനിക്ക് വേണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ ഒരു ആഫീസറായിപ്പോയില്ലയോ, പിന്നെ എനിക്കതിനൊന്നും ചെന്ന് കറിയിടാൻ പറ്റത്തില്ല. മറ്റെല്ലാരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് മണി. സാറകത്തായിട്ട് അറിയുന്നില്ല. അയ്യോ വിഷമിക്കണ്ട, അങ്കിളിന്റെ തന്നേക്കും ഇനി അമ്മ അല്ലേ? അച്ഛനെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ക്യാൻറ്റീനിൽ നിന്ന് ആക്കാൻ പോവാണെന്നാണ് പലരും പറയും. നമുക്ക് ക്യാൻറ്റീനിൽ പോയിരുന്ന് കഴിച്ചാൽ എന്തെന്ന് ആണുങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞു അത് വേണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വന്നോളൂ. അങ്കിളെ പിന്നെ ഇവള് പിങ്കി പാട്ട് പാടാന്ന് പറഞ്ഞല്ലോ, ഇവള് പാടിയില്ല. അങ്കിള് മറന്നുപോയാ? അതെന്ത് ഇടപാടാണ് മക്കളെ, ഒരു പാട്ട് പാടും. അത് നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോ നമുക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. വയറ് കൊണ്ടല്ലല്ലോ പാടുന്നത്, നമ്മൾ വാ കൊണ്ടല്ലയോ പാടുന്നത്. സംഗതികളൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടൂല, ശ്വാസം മുട്ടും എനിക്ക്. മോളെ അങ്ങനെയൊന്നുമല്ല, ഈ ഏത് മൂഡിൽ ഇരിക്കുകയാണെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സംഗീതം. മോള് പാടും. ആ ശരിയാണ്, അച്ഛ പാടും. പാടുവോ? ചെറുതായിട്ടൊക്കെ പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു പാട്ട് പാടേ. വേണോ സാർ? എന്തുവാ ഇത്? പാടേ അങ്ങോട്ടെ. പാടുന്നതാണ് ഇവിടെ വീട്ടില്. സുമലതേ നീ ഓർമ്മിക്കുമോ? സുമംഗലി സുമംഗലി നീ ഓർമ്മിക്കുമോ? സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഇത്രയും കടപ്പാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. നന്നായിരിക്കും. അയ്യോ അല്ല സാർ എന്തോ പറയാന്ന് പറഞ്ഞിട്ട്. സാറ് അതെ എന്തോ കാര്യം പറയാ. അത് വിട്ടുപോയി. പിന്നെ ഞാൻ പറയാന്നെന്ന് വെച്ചാലേ നമ്മുടെ എൻ്റെ സഹോദരിയുടെ അമ്മ ഒരു പേരുണ്ടല്ലോ, സുധി. മറ്റേ സിനിമ എടുക്കായിട്ടുള്ള നമ്മുടെ ഓഫീസിൽ എപ്പോഴും വരുന്ന പയ്യൻ. സാറ് പറഞ്ഞിട്ടുണ്ട്. അവനെ ഇപ്പൊ ഒരു പുതിയ സിനിമ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടത്തെ ഈ ടൗണിൽ വെച്ചാ എടുക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ വന്നും പോയൊക്കെ നീക്കുക. അവിടെ സ്ഥിരമായിട്ട് ഈ സിനിമയാകുമ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം വേണം. അപ്പോ അവൻ ഈ ഹോട്ടലിലോ ലോഡ്ജിലോ ഒന്നും താമസിക്കുന്നത് അവന് ഇഷ്ടമല്ല. അവിടുത്തെ ശാപ്പാടൊന്നും അവന് അത്ര പിടിക്കത്തില്ല. തന്നെ ഹോട്ടലിലെ ഫുഡൊന്നും കൊള്ളൂത്തില്ല, പിള്ളേർക്കൊന്നും പിടിക്കൂല. അറിയാലോ. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ രവി എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, മാളിക പോലത്തെ ഒരു വീടും പണിതിട്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും ഓരോ മുറിയും മറ്റു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് 3-4 മുറി ഫ്രീ ആയിട്ട് കിടക്കുക. അവനൊരു മുറി കൊടുത്ത് അതിൻ്റെ മൂലയിൽ അവൻ കിടന്നുള്ളൂ. എന്താ പറയുന്നത്?
അതിനെന്താ സാർ, സാർ ഒരു കാര്യം പറയുമ്പോ ഞങ്ങൾക്ക് സന്തോഷമല്ലേ, അല്ലേ മണി? അതെ അതെ സാർ. സാറിന്റെ മോൻ വേറെ സ്ഥലത്തൊന്നും താമസിക്കുന്നത് ശരിയല്ല, ഇവിടെ താമസിക്കുന്നത് അതാണ് പിള്ളേരും ഉണ്ട്. അതെ അങ്കിൾ ഈ നേരത്തെ എന്താ സുധിയോ എന്താ സുധീഷ്. സുധീഷ് ആ സുധീഷ് എത്ര പ്രായം വരും? 26. 26. 26 നമുക്ക് ഇവിടെ നിർത്താലോ, എന്താ പ്രശ്നം? ഞങ്ങളുണ്ടല്ലോ. ചേട്ടനാണ് സുധീഷ്, അല്ല ചേട്ടൻ. അല്ല ഇവരൊക്കെ ആവുമ്പോ അടിച്ചു പൊളിച്ചങ്ങ് അതെ, കൂട്ടായിട്ടിരുന്നോളൂ. എന്താ പറയാ, അതെ, സന്തോഷമാണ് സാർ. അപ്പൊ അവനെ എന്നിട്ട് വിളിച്ചറിയിക്കാം കേട്ടോ. കുഴപ്പമില്ലല്ലോ മണി, ഒരു കുഴപ്പമില്ല. പിന്നെന്താ? അപ്പൊ പിന്നെ മേലത്തെ മുറി അവിടെ നമുക്കത് അറേഞ്ച് ചെയ്യാം. സത്യം. അങ്ങാറ്റത്തിൽ കാറ്റും വിളിച്ചൊക്കെ കിട്ടുന്ന മുറി ആയിരിക്കണം. അവൻ ഈ എഴുത്തും കൂടെ ഉള്ളത് കൊണ്ട് സിനിമയുടെ ചിന്തിക്കാനുള്ളൊരു ഇടം വേണം. ആയിക്കോട്ടെ സാർ. പ്രകൃതിയൊക്കെ നോക്കി എഴുതുന്ന സ്വഭാവമുള്ളവൻ. ഞാൻ അറേഞ്ച് ചെയ്തോളാം. പിന്നെ ശരി, അങ്ങനെ അതങ്ങനെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പെരുമാറ്റമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ശരി സാർ. ശരി അങ്കിൾ, ഇനി പറഞ്ഞേ അങ്കിൾ. വരുമെന്നോ, ഇനി എന്നും വരും. ഇപ്പൊ വഴിയൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. വരാം, നോക്കട്ടെ. ജിഞ്ചു ഒക്കെ ഉണ്ടല്ലോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.